Hello students, we are going to prove the theorem called the Cantor's theorem. Cantor, George Cantor, set theory inventor, George Cantor നിങ്ങൾക്ക് പരിചയമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തമാണ് ഈ theorem, Cantor's theorem. നമുക്ക് theoremത്തിൻ്റെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. Theorem state that there does not exist, there is no surjection. ഞാൻ സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതാണ്. A surjection, there does not exist a surjection, a surjection illa, from A to A is any set, A to the power set of A, A to the power set of A. A യിൽ നിന്ന് A യുടെ പവർ സെറ്റിലേക്ക് ഒരു സർജക്ഷൻ ഒരിക്കലും ഉണ്ടാവില്ല എന്നാണ് കാന്റേഴ്സ് തിയറം പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ ബുക്കിൽ തന്നിരിക്കുന്നത്. ഇഫ് എ ഈസ് എനി സെറ്റ് then there is no surjection from A onto the set P of A of all subsets of A. P of A is the power set of A. For example, if you have power set, what is a power set? Set theory അറിയാവുന്നതാണ്, നിങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. പവർ സെറ്റ് പോയിന്റ്സിനെ ഡിനോട്ട് ചെയ്യാൻ സ്മോൾ ലെറ്റേഴ്സ് എ ബി സി എക്സെട്ര അങ്ങനെ ഉപയോഗിക്കും. സെറ്റ്സിനെ ഡിനോട്ട് ചെയ്യാൻ നിങ്ങൾക്കറിയാം, സെറ്റ്സിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കും. ഞാൻ ചെറിയ ഇൻട്രൊഡക്ഷൻസ് ഒക്കെ നേരത്തെ തന്നതായിരുന്നു. ദെൻ സെറ്റുകളുടെ ഇത് പോയിന്റ്സിന്റെ കളക്ഷനാണ്. കളക്ഷൻ ഓഫ് സെറ്റിനകത്തുള്ളത് പോയിന്റ്സ് ആണ്. ഇനി സെറ്റിനകത്തുള്ള സെറ്റുകൾ തന്നെയാണെങ്കിൽ സെറ്റ് കണ്ടെയ്നിങ് സെറ്റ്സ്, ദാറ്റ് മീൻസ് എ ഫാമിലി ഓഫ് സെറ്റ്സ്. ഫാമിലി, ദിസ് ഇസ് കോൾഡ് എ ഫാമിലി. ആൻഡ് ഫാമിലീസ് ആർ ഡിനോട്ടഡ് ബൈ സ്ക്രിപ്റ്റ് ലെറ്റേഴ്സ്. എ ആകുമ്പോൾ ഇച്ചിരി പ്രത്യേകതയുള്ള, ബി ആകുമ്പോൾ ഇങ്ങനെയൊക്കെ എഴുതാറുണ്ട്. അതുപോലെ നമുക്ക് പി എ ഇങ്ങനെ എഴുതാം. അപ്പോൾ പവർ സെറ്റ് ഒരു ഫാമിലിയാണ്. പവർ സെറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ഗിവൺ സെറ്റ്. ഇഫ് എ ഈക്വൽ ടു, ഫോർ എക്സാമ്പിൾ, ഇഫ് എ ഈക്വൽ ടു സെറ്റ് 1, 2, then power set of A, collection of all subsets of A, എയുടെ എല്ലാ സബ്സെറ്റ്സിന്റെയും കളക്ഷൻ. ഇതൊരു സെറ്റാണ്. ആ സെറ്റിനകത്ത് വീണ്ടും സെറ്റ്സ് ആണുള്ളത്. അതുകൊണ്ട് അതിനൊരു ഫാമിലി ഓഫ് സെറ്റ്സ് എന്ന് പറയും. ആരുമില്ലാത്ത 5 ഇതിന്റെ ഒരു സബ്സെറ്റ് ആണ്. സിംഗിൾട്ടൺ സെറ്റുകൾ 1ഉം സിംഗിൾട്ടൺ സെറ്റ് 2ഉം എയുടെ സബ്സെറ്റ് ആണ്. പിന്നെ എന്താ ഉള്ളത്? പിന്നെ എ തന്നെ എയുടെ ഒരു സബ്സെറ്റ് ആണ്. സെറ്റ് 1, 2 ഈസ് എ സബ്സെറ്റ് ഓഫ് എ. And we are going to prove that there does not exist, ഒരു എക്ക് പോലും എയിൽ നിന്ന് പവർ സെറ്റ് ഓഫ് എയിലേക്കൊരു സർജക്ഷൻ ഇല്ല എന്നാണ് പറയാൻ പോകുന്നത്. ഈ എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ വളരെ ഈസിയാണ്. പക്ഷെ അത് ഈ ഒരു എക്കല്ലേ ആയുള്ളൂ, സെറ്റ് 1, 2ന്. ഞാനിപ്പോൾ ഈ എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ അത് സെറ്റ് 1, 2ന് മാത്രമല്ലേ ആയുള്ളൂ. അത് നമുക്ക് ജനറൽ ആയിട്ട് പറയത്തില്ല. വേറൊരു സെറ്റിന് ചിലപ്പോൾ ശരിയായി എന്ന് വരാം. അതുകൊണ്ട് ഒരു തിയറത്തിന്റെ പ്രൂഫ് അല്ല, ഞാൻ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകാൻ വേണ്ടി പവർ സെറ്റ് എന്താണ് എന്നൊക്കെ അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇത് നമ്മുടെ സെറ്റ് എ, അതിൽ 1ഉം 2ഉം 2 പോയിന്റ്സേ ഉള്ളൂ. നൗ വി പ്ലോട്ട് ദ പവർ സെറ്റ് ഓഫ് എ. പവർ സെറ്റ് ഓഫ് എ ഞാൻ പ്ലോട്ട് ചെയ്യാണ്. അവിടെ കൂടുതൽ പോയിന്റ്സ് ഉണ്ട്, അത് നിങ്ങൾ നോട്ട് ചെയ്തു. 5, സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 1, 2 അങ്ങനെ 4 മെമ്പേഴ്സ് ഉണ്ട്. സർജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെയുള്ള എല്ലാവരും ഇമേജസ് ആയിട്ട് വരണം. അപ്പൊ ഞാൻ 1നെ 5ലേക്ക് മാപ്പ് ചെയ്തു, 2നെ 2ലേക്ക് സിംഗിൾട്ടൺ 2ലേക്ക് മാപ്പ് ചെയ്തു. ഇനി ഇവിടെയുള്ള എല്ലാവരും ഇമേജസ് ആവണമെങ്കിൽ ഇനി എന്താ പോസിബിലിറ്റി? 1നെ നമ്മൾ വീണ്ടും വേറൊരിടത്തേക്ക് മാപ്പ് ചെയ്യേണ്ടി വരും. ഇവിടെ 4 പേരുണ്ട്, അവരെല്ലാവരും ഇമേജ്. 2നെ നമുക്ക് നിർബന്ധമായിട്ടും വേറൊരിടത്തേക്ക് മാപ്പ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഇത് ഓൺ ആണെന്ന് തോന്നും, ഇവിടെ എല്ലാവരും ഇമേജസ് ആയി. പക്ഷെ എന്താ കുഴപ്പം? ഇവിടെ 1ന് 2 ഇമേജസ്. അപ്പൊ ഫംഗ്ഷൻ ആണെങ്കിൽ അസൈൻസ് ടു ഈച്ച് എലമെന്റ് എ യുണീക്ക് എലമെന്റ്. ഇപ്പൊ യുണീക്ക് അല്ല, ഇത് രണ്ടും കൂടെ ചേർന്നപ്പോൾ യുണീക്ക് അല്ല. യുണീക്നെസ്സിന് കുഴപ്പമുണ്ടായി, നോട്ട് യുണീക്ക്. 1ന്റെ ഇമേജ് യുണീക്ക് അല്ല. ആണെന്ന് ഫീൽ ചെയ്തെങ്കിലും ഇത് ഒരു ഫംഗ്ഷൻ അല്ല, നോട്ട് എ ഫംഗ്ഷൻ. ഇതൊരു ഫംഗ്ഷൻ ആയില്ല. സർജക്ഷൻ ആക്കാൻ നമ്മൾ നോക്കിയപ്പോൾ ഫംഗ്ഷൻ ആയില്ല. ദാറ്റ് മീൻസ് there does not exist such a surjection. ഇപ്പൊ വരച്ചത് ശരിയല്ല, അത് ഫംഗ്ഷനേ ആകുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സർജക്ഷൻ ഉണ്ടാവില്ല എന്നാണ്. അപ്പൊ പവർ സെറ്റ് എന്താണെന്ന് മനസ്സിലാകാൻ കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ്സ്. പവർ സെറ്റിൽ എപ്പോഴും സെറ്റിലേക്കാളും
ഒരുപാട് മെമ്പേഴ്സ് കൂടുതലാവാൻ. ഇതിപ്പോൾ 2 പേരായപ്പോഴാണ്. വാട്ട് അബൌട്ട് ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ പവർ സെറ്റ് ഓഫ് എ സെറ്റ് വിത്ത് n എലമെന്റ്സ്? അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആലോചിക്കുക, അസൈൻമെന്റ് ആയിട്ട് തരാം. ഒരു സെറ്റിൽ n എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിന്റെ പവർ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇഷ്ടംപോലെ എലമെന്റ്സ് ഉണ്ടാവും. എന്തായാലും ആ സെറ്റിലുള്ളതിനേക്കാളും കൂടുതലുണ്ടാവും. 5 എന്തായാലും അധികമായിട്ട് വരും. പിന്നെ സിംഗിൾട്ടൺ സെറ്റ്സ് വരും, 2 പേരുള്ളത് വീതം വരും, 3 പേരുള്ളത് വീതം വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പവർ സെറ്റിൽ ആൾ കൂടുതലുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ രണ്ടാമത്തെ പാർട്ടി വരുന്ന എല്ലാവരും ഇമേജസ് ആകണമെങ്കിൽ എയിലെ ഒരു എലമെന്റിനെ പല എലമെന്റിലേക്ക് മാപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓൺടു ആണ് എന്ന് തോന്നുന്ന പോലെ വരയ്ക്കാൻ പറ്റുമ്പോൾ അതൊരു ഫംഗ്ഷൻ അല്ലാതാവും. ഡസ് നോട്ട് എക്സിസ്റ്റ് സർജക്ഷൻ ഫ്രം എ ടു പി ഓഫ് എ എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഫീൽ ചെയ്യുന്ന 1-2 ഇടത്ത് ഫീൽ ചെയ്താൽ പോരാ. പ്രൂഫ് ഓഫ് എ തിയറം മീൻസ് ഇറ്റ് ഷുഡ് ബി ജനറൽ. 1-2 സ്ഥലത്ത് മാത്രമായിട്ട് ശരിയായ പോരാ, എല്ലാ എയ്ക്കും ശരിയാവണം. ഒരു സെറ്റ് എയ്ക്ക് പോലും നമുക്ക് എയിൽ നിന്ന് പി ഓഫ് എയിലേക്ക് സർജക്ഷൻ ഡിഫൈൻ ചെയ്യാൻ സാധ്യത ഒട്ടുമേ ഇല്ല എന്നാണ് നമുക്ക്. ഒരു സെറ്റ് എയ്ക്ക് വരും. നമ്മളിപ്പം പറഞ്ഞ എക്സാമ്പിൾ വെച്ച് പറഞ്ഞത് 1-2 വേണ്ടി മാത്രമാണ്. ഒരു സെറ്റ് എയ്ക്ക് പോലും അത് നടക്കില്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് പ്രൂഫ് വളരെ ജനറലായിട്ട് നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് ജനറൽ പ്രൂഫിലേക്ക് പോകാം. ബുക്കിൽ നോട്ട്സ് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ നമുക്ക് പ്രൂഫിലേക്ക് പോകാം. കാന്റേഴ്സ് തിയറത്തിന്റെ ശരിക്കുമുള്ള പ്രൂഫിലേക്ക് പോകാം. Where do we start? There does not exist a surjection എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. മാത്തമാറ്റിക്സിലെ നമ്മളുടെ 5th സെമസ്റ്റർ തുടങ്ങിയുള്ള ഒരു അപ്രോച്ച് വളരെ ഡിഫറെൻ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇതിനോടകം മനസ്സിലായി കാണും. There does not exist എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സാധാരണ പഠിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നിങ്ങൾ ചോദിക്കത്തില്ലേ? അല്ല, ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ക്ലാസ്സിൽ കയറിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും, കയറണമെന്ന് നിങ്ങളോട് പറയുമ്പോൾ അങ്ങനല്ലേ നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ആ രീതിയിൽ there does not exist a surjection എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതിന് തിരിച്ച്, നമ്മളോട് പറയുന്നത് എന്താണോ അതിന് തിരിച്ച് തർക്കുത്തരം പറയുന്ന ഒരു പണിയാണ് നമ്മൾ ചെയ്യാറ്. ദാറ്റ് ഈസ് എ ലോജിക് ബിഹൈൻഡ് സം പ്രൂഫ്. ചില പ്രൂഫിലും നമ്മൾ ആ ലോജിക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. there does not exist a surjection എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അങ്ങനെ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നമ്മൾ ചോദിക്കുന്നു. അങ്ങനെ അല്ലെങ്കിൽ എന്താണ് നമ്മൾ തിരിച്ച് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? there exists a surjection, assume there exists a surjection എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇല്ല എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞപ്പം നിങ്ങളോട് പഠിക്കാതിരിക്കരുത് എന്ന് പറയുമ്പോൾ പഠിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും, പഠിക്കാതിരുന്ന് നോക്കട്ടെ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ there does not exist a surjection എന്ന് പറയുമ്പോൾ there exists a surjection എന്ന് സംഭവിക്കും എന്നൊരു ചോദ്യമാണ്. ആ ചോദ്യമാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. സെയിം ലോജിക്ക് തന്നെയാണ് ഫോളോ ചെയ്യുക. there exists a surjection from A to P of A. അപ്പോൾ അങ്ങനെ ഒരു സർജക്ഷൻ ഉണ്ട്, ഇല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഉണ്ട് എന്ന് വിചാരിക്കുക. assume there exists a surjection from A to P of A. അങ്ങനെ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കതിനൊരു പേര് കൊടുക്കാം. 5 from A to P of A B ഉണ്ട് എന്ന് നമ്മൾ പറയുന്ന സർജക്ഷൻ ഇതാകട്ടെ. P of A B A സർജക്ഷൻ. ഇങ്ങനെ ഉണ്ട് എന്ന് വിചാരിക്കുക. അതിനൊരു പേര് കൊടുത്തു. 5 from A to P of A B A സർജക്ഷൻ. Then for A element of A you can calculate the image. 5 of ക്യാപിറ്റൽ എയിലെ ഒരു കുഞ്ഞു പോയിന്റ് ആണ് A. 5 of A, എയിലെ ഒരു പോയിന്റ്, എവിടുന്ന പോയിന്റ് A എടുത്ത്. അപ്പോൾ ഇമേജ് 5 ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത ഇമേജ് എവിടെ കിടക്കും? 5 of A എലമെന്റ് ഓഫ് പവർ സെറ്റ് ഓഫ് A. പവർ സെറ്റ് ഓഫ് എയിലെ കോഡൊമൈനിലെ ഒരു മെമ്പർ ആയിരിക്കും എന്ന് നിങ്ങൾക്കറിയാം. 5 of A എലമെന്റ് ഓഫ് പവർ സെറ്റ് ഓഫ് A. പവർ സെറ്റ് ഓഫ് A, വാട്ട് ഈസ് പവർ സെറ്റ് ഓഫ് A? കളക്ഷൻ ഓഫ് ഓൾ subsets of A. That means 5 of A is a subset of power set of A is a subset of A. 5 of A is a subset of capital A. 5 is a for any A element of A. For all A element of A. Capital A എന്ന് ഏത് കുഞ്ഞ് എലമെന്റ് A എടുത്താലും 5 of A will be a subset of A. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മളൊരു ഡെഫിനിഷൻ കൊടുക്കുകയാണ്. D എന്ന് പറയുന്നൊരു പുതിയ സെറ്റ് ഡിഫൈൻ ചെയ്യുകയാണ്. D is the collection of all members of the set A. Given the set A. ആ എയിലെ കുറച്ച് മെമ്പേഴ്സ് ഞാൻ D ആയിട്ട് മാറ്റി വെക്കുകയാണ്. Set of all members of A such that A not an element of 5 of A. ഒരു പോയിന്റ് എടുത്തു,
അതിൻ്റെ ക്യാപിറ്റൽ എയിലെ ഒരു പോയിന്റ് എടുത്തു, ഇവിടെ നിന്ന് ഒരു പോയിന്റ് എടുത്തു, അതിൻ്റെ ഇമേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് ഫൈ ഓഫ് എ എന്ന് പറയുന്ന എയുടെ സബ്സെറ്റിൽ വരാതിരിക്കും. അപ്പോൾ എ ഫൈ ഓഫ് എയിൽ, ഫൈ ഓഫ് എ ഇസ് എ സബ്സെറ്റ് ഓഫ് എ ഫൈ ഓഫ് എയിൽ എ ഒരു പോയിന്റ് ആണ്, ഫൈ ഓഫ് എ ഇസ് എ സബ്സെറ്റ് ഓഫ് എ, പോയിന്റ് എടുത്ത് എയിൽ നിന്നാണ്. അപ്പോൾ ഫൈ ഓഫ് എയിൽ ഉണ്ടാവോ ഇല്ലാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. ഇഫ് എ നോട്ട് ആൻ എലമെന്റ് ഓഫ് ഫൈ ഓഫ് എ, ദാറ്റ് പോയിന്റ് എ ഈസ് എ മെമ്പർ ഓഫ് ഡി. അത്തരം പോയിന്റ്സിന്റെ കളക്ഷനെ ഞാൻ ഡി എന്ന് ഡിഫൈൻ ചെയ്യുന്നു. ഡി ഈസ് എ കളക്ഷൻ ഓഫ് സം പോയിന്റ്സ് ഓഫ് എ. ഡെഫിനറ്റ്ലി ഡി വിൽ ബി എ സബ്സെറ്റ് ഓഫ് എ. ഡി എയിലെ കുറച്ച് പോയിന്റ്സിന്റെ കളക്ഷൻ ആണ്, അതുകൊണ്ട് ഡി എയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കും. എയുടെ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എയുടെ എല്ലാ സബ്സെറ്റും പവർ സെറ്റ് ഓഫ് എയിലെ മെമ്പേഴ്സ് ആണ്. ദെൻ ദാറ്റ് ഡി, ദാറ്റ് മീൻസ് ഡി ഈസ് എ മെമ്പർ ഓഫ് പവർ സെറ്റ് ഓഫ് എ. ഡി അങ്ങനെ പവർ സെറ്റ് ഓഫ് എയിലെ ഒരു മെമ്പർ ആണ് എന്നും നമുക്ക് പറയാൻ പറ്റും. ഡി പവർ സെറ്റ് ഓഫ് എയിലെ ഒരു മെമ്പർ ആണ് എന്ന് പറഞ്ഞാൽ ഡി എവിടത്തെയാ? ഡി പവർ സെറ്റ് ഓഫ് എയിലെ ഡി ഇവിടത്തെയാണ്. നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതൊരു സർജക്ഷൻ ആണ്. ഫൈ ഈസ് എ സർജക്ഷൻ എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഫൈ ഈസ് എ സർജക്ഷൻ ആൻഡ് ഡി എലമെന്റ് ഓഫ് ദ കോഡൊമൈൻ, ഡി എലമെന്റ് ഓഫ് പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താവും? ഡി ഈക്വൽ ടു ഇമേജ് ഓഫ് സം പോയിന്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഡി ഈക്വൽ ടു പോയിന്റ് ഓഫ് എ, ഒരു സ്പെസിഫിക് പോയിന്റ് ഞാൻ കൊടുക്കുക. ഡി ഈക്വൽ ടു ഫൈ ഓഫ് എ നോട്ട്, എ ജനറൽ ആയിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഡി ഇമേജ് ആകുന്ന പോയിന്റിനെ ഞാൻ എ നോട്ട് എന്ന് വിളിക്കുകയാണ്. ഫോർ സം എ നോട്ട് എലമെന്റ് ഓഫ് എ, ഡി ഫൈ ഓഫ് എ നോട്ട് ആവും എന്ന് ഓണ്ടും ആയതുകൊണ്ട് ഇവിടുത്തെ ഏത് സെറ്റിനെ വേണമെങ്കിലും നമുക്ക് ഇവിടുത്തെ ഒരു പോയിന്റിന്റെ ഇമേജ് ആയിട്ട് എഴുതാം. അപ്പോൾ ഡി ഒരു പർട്ടിക്കുലർ സെറ്റാണ്, അത് ക്യാപിറ്റൽ എയിലെ ഏത് പോയിന്റിന്റെ ഇമേജ് ആണോ ആ പോയിന്റിനെ ഞാൻ എ നോട്ട് എന്ന് വിളിക്കുന്നു. ഡി ഈക്വൽ ടു ഫൈ ഓഫ് എ നോട്ട് ഫോർ സം എ നോട്ട് എലമെന്റ് ഓഫ് എ എന്ന് നമ്മൾ പറയുന്നു. നൗ ഡി ഒരു സെറ്റാണ്, സബ്സെറ്റ് ഓഫ് എ ആണ്. എ നോട്ട് എന്നാ? എ നോട്ട് ക്യാപിറ്റൽ എയിലെ ഒരു പോയിന്റ് ആണ്. ദാറ്റ് ഇംപ്ലൈസ് എ നോട്ട് ഡിയിലുണ്ടാകാം, എ നോട്ട് ഡിയിലില്ലാതെ വരാം. ഇംപ്ലൈസ് എ നോട്ട് എലമെന്റ് ഓഫ് എ ഓർ എ നോട്ട് ആൻ എലമെന്റ് ഓഫ് എ അല്ലേ? എയുടെ ഒരു സബ്സെറ്റ് ആണ് ഡി. എ നോട്ട് എയിലെ ഒരു പോയിന്റ് ആണ്. ദിസ് ഇസ് എ. ഡി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. എ നോട്ട് എയിലെ ഒരു പോയിന്റ് ആണ്. എ നോട്ട് എലമെന്റ് ഓഫ് എ. എയിലെ ഒരു പോയിന്റ് ആണ് എന്ന് പറഞ്ഞാൽ അത് ഇവിടെയാകാം എന്നായി പറഞ്ഞതിന്റെ അർത്ഥം. എ നോട്ട് ഡിയിലാകാം, എ നോട്ട് ഡിയിലല്ലാതാം. എ നോട്ട് എലമെന്റ് ഓഫ് ഡി ഓർ എ നോട്ട് ആൻ എലമെന്റ് ഓഫ് ഡി. എ നോട്ട് ഡിയിലാകാം, എ നോട്ട് ഡിയിലല്ലാതെ വരാം. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ട് കേസസ് ആയിട്ട് തിരിക്കുകയാണ്. കേസ് 1, എ നോട്ട് എലമെന്റ് ഓഫ് ഡി. എ നോട്ട് ഡിയിലാണ് എന്ന് വിചാരിക്കുക. ഡി എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? ഡി ഈക്വൽ ടു ഫൈ ഓഫ് എ നോട്ട് എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഡി ഈക്വൽ ടു ഫൈ ഓഫ് എ നോട്ട്. എ നോട്ട് എലമെന്റ് ഓഫ് ഡി മീൻസ് എ നോട്ട് എലമെന്റ് ഓഫ് ഡിയുടെ പേരാണ്. ഡി ഫൈ ഓഫ് എ നോട്ട് തന്നെയാണ്. എ നോട്ട് എലമെന്റ് ഓഫ് ഫൈ ഓഫ് എ നോട്ട്. എ നോട്ട് ഫൈ ഓഫ് എ നോട്ടിലാണ് എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എ നോട്ട് ഫൈ ഓഫ് എ നോട്ടിലാകാൻ പറ്റുമോ? എ നോട്ട് ഡിയിലാണെങ്കിൽ ഡി എന്താ? ഡി ഈസ് ദ കളക്ഷൻ ഓഫ് ഓൾ എ എലമെന്റ് ഓഫ് എ സച്ച് ദാറ്റ് എ നോട്ട് ആൻ എലമെന്റ് ഓഫ് ഫൈ ഓഫ് എ. ഇപ്പൊ എ നോട്ട് ഡിയിലാണെങ്കിൽ ഡിയിലുള്ള പോയിന്റ്സ് എങ്ങനെയാ? ആ പോയിന്റ് ഒരിക്കലും ആ പോയിന്റിന്റെ ഫൈ വെച്ചുള്ള ഇമേജിൽ വരികയില്ലെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ബൈ ഡെഫിനിഷൻ ഓഫ് ഡി ഇത് ശരിയാകത്തില്ല. എ നോട്ട് എലമെന്റ് ഓഫ് ഫൈ ഓഫ് എ നോട്ടും എ നോട്ട് എലമെന്റ് ഓഫ് ഡിയും കൂടെ ശരിയാകത്തില്ല. അപ്പോൾ ദിസ് ഇസ് എ കോൺട്രഡിക്ഷൻ ടു ദ ഫാക്ട് ദാറ്റ്, കോൺട്രഡിക്ഷൻ നമ്മളിങ്ങനെ കാണിക്കാറുണ്ട്. നമ്മൾ എന്തോ കുഴപ്പമുള്ളൊരു സ്റ്റേറ്റ്മെന്റിലേക്ക് ചെന്നു. എന്താ കുഴപ്പം? എ നോട്ട് ഡിയിലെ എലമെന്റ് ആണെങ്കിൽ എ നോട്ട് ആൻ എലമെന്റ് ഓഫ് ഫൈ ഓഫ് എ നോട്ട് എന്നായിരുന്നു വരണ്ട. അങ്ങനത്തെ എലമെന്റ്സിനെയാണ്, അങ്ങനത്തെ എകളെയാണ്, ഒത്തിരി എലമെന്റ്സ് ഉണ്ട്, അങ്ങനത്തെ എകളെയാണ് ഡിയിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു കോൺട്രഡിക്ഷൻ ആയി. നൗ വി മൂവ് ടു കേസ് 2. കേസ് 2ൽ എന്നാ പറഞ്ഞിരിക്കുന്നത്? എ നോട്ട് ആൻ എലമെന്റ് ഓഫ് ഡി. എ നോട്ട് ആൻ എലമെന്റ് ഓഫ് ഡി എന്ന് പറഞ്ഞാൽ എ നോട്ട് ആൻ എലമെന്റ് ഓഫ് ഡി എന്നാ? ഫൈ ഓഫ് എ നോട്ട് തന്നെയല്ലേ? ഫൈ ഓഫ് എ നോട്ടിനെ വിളിച്ച പേരാണ് ഡി. എ നോട്ട് ആൻ എലമെന്റ് ഓഫ് ഡി മീൻസ് എ നോട്ട് ആൻ എലമെന്റ് ഓഫ് ഫൈ ഓഫ് എ നോട്ട്. പക്ഷെ അപ്പോൾ ഡിയുടെ ഡെഫിനിഷൻ നോക്കിയേ. ആ കേസിൽ ഡിയുടെ ഡെഫിനിഷൻ വന്നാൽ എ നോട്ട് ആൻ എലമെന്റ് ഓഫ് ഫൈ ഓഫ് എ നോട്ട്. ഡിയിലുള്ള ആരാ? അങ്ങനത്തെ എലമെന്റ്സ് ആണ്. ദാറ്റ് മീൻസ് ഇത് കണ്ടതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റുന്നത് എ നോട്ട് എലമെന്റ് ഓഫ് ഡി എന്നാണ്. പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എന്നാ?
എ നോട്ട് ആൻ എലമെന്റ് ഓഫ് ഡി. കുഴപ്പമില്ലേ?